മഹാഗുരു ശരണം. ഇന്ന് മാർച്ച് 20 വ്യാഴാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ എല്ലാവരും എങ്ങനെ നമ്മുടെ കാർമ്മിക എഫക്റ്റ് കുറയ്ക്കാമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം ചോദിച്ചു. തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാലയുടെ ആ കുടുംബത്തിൻ്റെ തന്നെ കാർമ്മിക എഫക്റ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഒരു കുടുംബിനി, അല്ലെങ്കിൽ ഒന്നിലധികം, ചിലപ്പോൾ അമ്മ, മകള് അല്ലെങ്കിൽ മരുമകള് അങ്ങനെ ഉള്ള ചെയ്യുന്നത് വളരെയധികം അത് കാർമിക് എഫക്റ്റ് കുറയുന്നൊരു കാര്യമാണ്. കുടുംബത്തിന് തന്നെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്നൊരു കാര്യമാണ് ആറ്റുകാല പൊങ്കാലയുടെ ആ ഒരു വിശേഷപ്പെട്ട ചടങ്ങ്. പ്രത്യേകിച്ച് അതിൽ ഗണപതിക്കൊരുക്കുന്ന, ചിലർ ഗണപതിക്കൊരുക്കുന്ന കണ്ടിട്ടുണ്ട്. അവില്, മലര്, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരിയൊക്കെ വെച്ചിട്ട് ഗണപതിക്കൊരുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനി എപ്പോഴും പറയും, ചില സമയത്ത് ഈ ആരുടം തടുക്കും പ്രശ്നത്തിൽ. അപ്പോൾ തിരുമേനി പറയുന്നൊരു ശ്ലോകമുണ്ട്, ആപത്ഘട്ടം കിം കരണീയം കരണീയം സ്മരണ യുഗള ചരണം അമ്പായഹ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, അമ്മയെ നമ്മൾ ഓർക്കുകയും അമ്മയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുക എന്ന് പറയും. അപ്പോൾ സാധാരണ അമ്പേനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്പയുടെ ഓമനപുത്രൻ ഗണപതി കൂട്ടത്തിൽ കാണും. ഇപ്പോൾ നമ്മുടെ വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്കുറുമ്പൻ കാണും, അല്ലെങ്കിൽ കുട്ടിക്കുറുമ്പി കാണും. അതുപോലെ ഗണപതി കൂട്ടത്തിലുണ്ടാവും. അതാണ് ദേവീക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും ഗണപതി പ്രതിഷ്ഠയില്ലാത്ത ദേവീക്ഷേത്രങ്ങൾ വളരെ അപൂർവമായിരിക്കും. യക്ഷി ഇതൊന്നുമല്ല പറയുന്ന ഗണപതി ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങൾ ഗണപതി പ്രതിഷ്ഠ കാണും. അതുപോലെ ഞാൻ ഈ കാർവാറൊക്കെ ഉണ്ടായിരുന്നു. കാർവാറുള്ളപ്പോൾ അവിടെ ഈ വിനായക ചതുർത്ഥി ആഘോഷം, എല്ലാ വീടുകളിലും വിനായക ചതുർത്ഥി ആഘോഷിക്കും. അപ്പോൾ ആ വിനായക ചതുർത്ഥിയുടെ അന്ന് മുമ്പത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഗൗരി പൂജയാണ്. എന്ന് പറഞ്ഞാൽ പാർവതി ദേവിക്ക് പൂജ ചെയ്തിട്ടാണ് വിനായക ചതുർത്ഥിക്ക് പിറ്റേ ദിവസം വിനായകനെ കൊണ്ടുവരുന്നത്, ഗൗരി പൂജ നടത്തും. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ മകനും മകൻ്റെ കൂട്ടത്തിൽ എപ്പോഴും അമ്മ കാണും. അതാണ് ഈ ഭഗവതി സേവ, ഗണപതി ഹോമം, ഭഗവതി സേവയുടെ പ്രത്യേകത ഏതാണ്? ഏത് പ്രശ്നങ്ങളും ത്രികാല പൂജയായിട്ട് ഗണപതി ഹോമം, ഭഗവതി സേവ ചെയ്യുക. ഞാൻ പറയുകയാണ്, ഞാൻ ചിലരോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗണപതി ഹോമം, ഭഗവതി സേവ, എന്നിട്ട് ഉച്ചയ്ക്ക് സത്യനാരായണ പൂജ ചെയ്യാൻ പറഞ്ഞിട്ട് പറയാറുണ്ട് ചിലരോട്, ഞങ്ങളുടെ ആൾക്കാരോട്. കാര്യം എന്താണ്, ഈ സത്യനാരായണ പൂജ കലികാലത്തിലെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും പ്രശ്നങ്ങൾ കുറയാനുമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് പ്രതിവിധിയായിട്ട് കിട്ടിയതാണ് സത്യനാരായണ പൂജ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തെ പൂജാ ചടങ്ങായിട്ട് ലളിതമായിട്ടും ചെയ്യാം, വ്യാപകമായിട്ടും ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് മിക്കതും ഈ ബ്രാഹ്മൺ സമുദായക്കാർ ചെയ്യുന്നതാണ്. തുളു ബ്രാഹ്മിൺസ് ചെയ്യാറുണ്ട്, ഗൗഡസാരസ ബ്രാഹ്മിൺസ് ചെയ്യുന്നതാണ് സത്യനാരായണ പൂജ. കേരളത്തിൽ അത്ര സാർവത്രികമല്ല അതും പറയാം കേട്ടോ. ഇപ്പോൾ പള്ളിപ്പുറത്ത് എൻ്റെ അപ്പൂപ്പൻ ശ്രീ നരസിംഹപ്പൈ എന്നാണ് എൻ്റെ അപ്പൂപ്പൻ്റെ പേരുണ്ടായിരുന്നത്. അദ്ദേഹം ചേർത്തല പള്ളിപ്പുറത്ത് അദ്ദേഹത്തിന് കടയായിരുന്നു, ചായക്കടയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 65 എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയുള്ളപ്പോൾ തൊട്ട് 71, 72, എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ വരെ അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അനിയൻ ശ്രീ ജനാർദ്ദനപ്പയും ചായക്കട നടത്തിയതും അവിടെ പോയി ദോശ കഴിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അവിടുത്തെ പല തറവാടുകളിലും സത്യനാരായണ പൂജ നടത്താറുണ്ടായിരുന്നു. അത് നടത്തുന്നത് ഞങ്ങളുടെ പുരോഹിതനാണ്. അപ്പോൾ പല തറവാടുകളിലും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ സത്യനാരായണ പൂജ നടത്തിയതായിട്ട് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ കാർമിക് എഫക്റ്റ് മാറ്റാനായിട്ട് നമ്മളാലാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നൊരു തേങ്ങ കൊണ്ടുപോവുക. ആ തേങ്ങയിൽ ആ വീട്ടിലെ എല്ലാവരെ കൊണ്ടും കുളി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ വെളുപ്പിനെ പോകുന്ന ഉറക്കപ്പായെന്ന് എഴുന്നേറ്റിട്ട് തൊടരുത്, ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറയുക വീട്ടിൽ നിന്ന്. എന്നിട്ട് ആ തേങ്ങ കൊണ്ടുപോയിട്ട് ഉടയ്ക്കുന്ന തേങ്ങ ഒരിക്കലും തിരിച്ചെടുക്കരുത്. പിന്നെ ചെയ്യാവുന്നത്, അവിടെ ദേവീക്ഷേത്രം കാണും. ഇപ്പോൾ പറഞ്ഞില്ലേ, എടപ്പള്ളി പോവുകയാണെങ്കിൽ എടപ്പള്ളി പോകുമ്പോൾ പേരണ്ടൂർ കൂടി പോകുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുക. പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് വേറെയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ ആറ്റുകാൽ പോകാനുള്ള സൗഭാഗ്യമൊക്കെ കിട്ടിയത്. അപ്പോൾ അത് എന്താണ്, പക്ഷേ രണ്ടും അഡ്മിനിസ്ട്രേഷൻ രണ്ടാണ്. പക്ഷേ ദേവതകൾ തമ്മിൽ എന്തോ അഭേദ്യമായ ഒരു കണക്ഷൻ ഉണ്ട്. പല വ്യക്തികളും പേഴ്സണലി അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ പോയി കഴിയുമ്പോൾ എന്തോ ഒക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പലരും അറിയിച്ചു കഴിഞ്ഞു. എനിക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്, ഇപ്പോൾ ദേവീക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലെണ്ണ എന്ന് പറയണത് കിട്ടണത് ഇപ്പോൾ പലതും കരി ഓയിലും അതും ഇതും, നേരത്തെ വറുത്ത ഓയിലൊക്കെ ആണെന്നും പറഞ്ഞ് പല പ്രോഡക്റ്റും പല ഇതിലാണെന്നൊക്കെ പറഞ്ഞ് വരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല എണ്ണ
കഴിയുമെങ്കിൽ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യാണെങ്കിലും മതി. കൊണ്ടുപോയിട്ട് അവിടെ ആ വിളക്ക് പുറത്ത് കെടാവിളക്ക് കാണും മിക്ക ക്ഷേത്രങ്ങളിലും, ആ കെടാവിളക്കിൽ ഒഴിക്കുക. കൂടുതലൊന്നും ഒഴിക്കണ്ട, 100 200 വേണ്ട. ഇപ്പോൾ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 സ്പൂൺ നെയ്യ് എടുക്കുക. നമ്മുടെ മിൽമ നെയ്യ് തന്നെ വാങ്ങിക്കാം. അത് ചതുർഭാഗം അല്ലെങ്കിൽ തന്നെയും അവരൊരു മെഷീൻ, ഇത് നെയ്യ് ഉണ്ടാക്കണ എപ്പോഴും ചതുർഭാഗമായിരിക്കണം. പാല്, തൈരിൽ നിന്ന് കടഞ്ഞ് വെണ്ണയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കണം. മറ്റത് അതല്ല, പാലിൽ നിന്ന് നേരിട്ട് നെയ്യ് ഉണ്ടാക്കുകയാണ് എന്തെങ്കിലും ആകട്ടെ, അത് മെഷീനറി സമ്പ്രദായത്തിൽ. അപ്പോൾ അതിനകത്ത് മെഷീനിൽ തന്നെ അത് തൈരാകുന്നുണ്ടാകും, തൈരാകുന്നുണ്ടാകും, തൈരിൽ നിന്ന് വെണ്ണയാകുന്നുണ്ടാകും, വെണ്ണയിൽ നിന്ന് നെയ്യ് ഉണ്ടാകുന്നുണ്ടാകും. നമ്മൾ നോക്കണ്ട. വീട്ടിൽ ചതുർഭാഗത്തിൽ ഉണ്ടാക്കുന്ന അത്ര എഫക്റ്റ് കിട്ടുകയില്ല, എങ്കിലും വാങ്ങിക്കുക, മിൽമ വാങ്ങിക്കുക, നമുക്ക് വിശ്വാസത്തോടെ വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ സ്പൂണിൽ ഓരോ സ്പൂണായിട്ട്, ഒരാൾക്കൊരു സ്പൂൺ എന്നുള്ള രീതിയിൽ അത് ഒരു ചെറിയ കുപ്പിയിലോ വല്ലതും ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ദീപത്തിൽ ഇത് ചെയ്തിട്ട് എന്താണ്, ശുഭം ഭൗത കല്യാണി ആരോഗ്യ ധനസമ്പദ മമ ബുദ്ധി പ്രകാശായ ദീപം ജ്യോതി നമോസ്തുതേ. അപ്പോൾ മമ ബുദ്ധി പ്രകാശായ എന്ന് പറഞ്ഞ് ഞാനിത് പറഞ്ഞ ശേഷം ചിലർ എനിക്ക് തിരുത്തി, അതല്ല നമ്മുടെ എനിമീനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് ശ്ലോകം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരുത്തി അയച്ചു തന്നു. അവർ എനിമിയെക്കുറിച്ച്, ശത്രുവിനെ കുറിച്ച് തന്നെ പ്രകീർത്തിക്കട്ടെ. എനിക്ക് എൻ്റെ ബുദ്ധിയെക്കുറിച്ചും എൻ്റെ മിത്രങ്ങളെക്കുറിച്ചുമാണ് എൻ്റെ ചിന്ത. എന്താണ് വേണ്ടത് അത് ഇത് ചെയ്യുക. അപ്പോൾ മമ ബുദ്ധി പ്രകാശായ ദീപം ജ്യോതി നമസ്തേ, അതാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. അത് തന്നെ, അതുകൂടാണ്ട് ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തം അഖിലം ദേഹി ദേഹിമേ പരമേശ്വരി. ഇത് ചൊല്ലിത്തുടങ്ങി 21 ദിവസം, ഇന്ന് 21 ദിവസം ആകുന്ന ആൾക്കാരുണ്ട്, ഇന്നലെ ആയ ആൾക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. വലിയ വലിയ മാറ്റങ്ങളെന്ന് പറയുന്നില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ പല രീതിയിൽ നമ്മുടെ കാർമ്മികങ്ങൾ മാറ്റാം. അപ്പോൾ വേറൊരു കാര്യം, ഇപ്പം ഞാൻ തന്നെ കുറേ കാർമ്മികം വാങ്ങിച്ചു വയ്ക്കുക. ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ആ ചേച്ചിയുടെ, ഞാൻ എന്തിനാണ് വീഡിയോയിൽ ഇട്ടത്. പക്ഷേ അത് ഇട്ടതെന്താണെന്ന് വെച്ചാൽ ഇനി മേലിലെങ്കിലും ബാക്കിയുള്ളവരത് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരുടെ കാർമ്മികം നമ്മൾ വാങ്ങിക്കുകയാണ്. പിന്നെ ബ്ലസ് ചെയ്യലാന്ന് പറഞ്ഞു. ഈ ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഫിസിക്കൽ ടച്ചിൽ ബ്ലസ് ചെയ്യുമ്പോൾ ആ കാർമ്മികം നേരിട്ട് നമ്മൾ ഓറയിലേക്ക് സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ എൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ പലരും ഗൈഡൻസ് തന്നു, ഇതിനെക്കുറിച്ച് അറിയുന്ന പലരും പേഴ്സണലി ഗൈഡൻസ് തന്നുകൊണ്ട് അതൊക്കെ നിർത്താം, പേഴ്സണലി ഉള്ള ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ബ്ലസ്സിങ് നിർത്താമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് ആൾക്കാർ മനസ്സിലാക്കില്ല. 100 കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കൈവയ്ക്കും, ഇത് ചെയ്യും, അതിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. അതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കേണ്ട ഫിസിക്കൽ സ്ട്രെയിൻ അത് വളരെ വലുതാണ്. അപ്പോൾ അവരുടെ കാർമ്മികം ചോദിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പഴവങ്ങാടിയിലേക്ക് തേങ്ങ ഒഴിഞ്ഞതിൻ്റെ അനുഭവം പറഞ്ഞു. അന്ന് തേങ്ങ ഒഴിഞ്ഞ ചിലർക്ക് ബ്ലെസ്സിങ്ങിൽ വലിയ വ്യത്യാസം കാണാത്തവർക്ക് തേങ്ങ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് വ്യത്യാസം വന്നതും, ചിലർക്ക് ആ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ വെള്ളം കൊടുക്കേണ്ടി വന്നതൊക്കെ എനിക്കറിയാം. അത്രയും അവരുടെ കാർമ്മികം അവരുടെ ശരീരത്തിൽ നിന്ന് മാറി. ഓക്കെ, അത് പേഴ്സണലി അനുഭവമുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മൾ ഒരിക്കലും കൊടുക്കൽ വാങ്ങലുകളിൽ കാർമ്മികം വരുത്തുന്നുണ്ട്. ആർക്കെങ്കിലും പണം കൊടുക്കുന്നത് സമയത്ത് തിരിച്ചു കൊടുത്തില്ല, അത് ബാങ്കുകളാണെങ്കിൽ പോലും വ്യക്തികളാണെങ്കിൽ പോലും ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയി, അബാക്കിൽ പോയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ ചിലപ്പോൾ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ കീറിയ നോട്ടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഒരു കാർമ്മികം അങ്ങനെ കുറഞ്ഞു. പിന്നെ ഈ നോട്ട് മാറ്റിയെടുക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ, ആ കീറിയ നോട്ട് കൊണ്ടുപോയിട്ട് ഒരിക്കലും അമ്പലത്തിലെ ആ തിരുമേനിക്ക് എന്ന 10 രൂപ ദക്ഷിണ കൊടുക്കാം ഇതെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കീറിയ നോട്ട്. അപ്പോൾ കീറിയ നോട്ട് കിട്ടിയാൽ മനസ്സിലാക്കുക അത് കാർമ്മികമാണ്. നമ്മുടെ കാർമ്മിക അവരെടുത്തു, കാര്യം നമുക്ക് ഉപയോഗപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് ആരെങ്കിലും കീറിയ നോട്ടോ മുഷിഞ്ഞ നോട്ടോ തന്നാൽ വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞ വൈഫിൻ്റെ അടുത്ത് പറയും, ഇത് റിസർവ് ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ പോകുമ്പോൾ മാറ്റാൻ പറയും. അത് വേറെ ആർക്കും കൊടുക്കാറില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറേ കാർമ്മിക് എഫക്റ്റ് മാറും. ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതല്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും നമുക്കതിൻ്റെ മൂല്യം കിട്ടും, മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു കാരണവശാലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ അമ്പലത്തിലിടുന്ന കാണിക്ക അതിനെതിരൊന്നും കണക്ക് വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഒരു പിടി കാണിക്ക നിങ്ങൾ കുറേ ചില്ലറ സൂക്ഷിച്ച് വയ്ക്കുക. ചിലർക്ക് ജപിച്ച് കുന്നിക്കുരുയും പണവും കോയിനും കൂടി ഞാൻ ജപിച്ച് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡ്യൂഷൻ കിട്ടിയ ആൾക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തവരോട് പറയും, അതിൽ നിന്ന് എടുത്തിട്ട് കാണിക്കലായിട്ട് എത്രയാണ് എടുക്കുന്നതെന്നോ എത്രയാണ് കാണിക്ക ഇടുന്നതെന്നോ നോക്കരുത്, നിങ്ങൾ ഇട്ടിട്ട് ബാക്കി ആ കോയിൻ അതിൽ തന്നെ കൊണ്ടുവന്നിടുക. അപ്പോൾ അതുപോലെ എൻ്റെ ബ്ലെസ്സിങ്ങിൽ ഇനി അതിന് ആവശ്യം വരും തോന്നണില്ല. ബ്ലെസ്സിങ്ങിൻ്റെ ഇത് സമയത്ത് അതിൽ നിന്നുള്ള കുറച്ച് കോയിൻ എണ്ണാണ്ട് എടുത്തിട്ട് വേണം എടുത്ത് തരണമെന്ന്. കാര്യം ചില കാര്യങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാൻ പറ്റുകയില്ല.
പക്ഷെ പണത്തിന് മൂല്യമുണ്ടല്ലേ. അപ്പോൾ കുറച്ച് ഒരു പിടി, അതാണ് ഒരു പിടി കോയിൻ എടുക്കുമ്പോഴത്തേക്ക് എത്രയാണെന്ന് എടുത്ത ആളും കിട്ടിയ ആളും അറിയുന്നില്ല. ഞാൻ ഇതെല്ലാം കൂടി ഒരു ബാഗിൽ ശേഖരിച്ചിട്ട് പിന്നെയാണത് എന്താണെന്ന് നോക്കി ഓരോ കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്. അപ്പോൾ അതാണ് പല കാര്യങ്ങൾക്കും ഈ പ്രായച്ചിത്തം പറയുമ്പോൾ ഒരു പിടി പണം എടുത്ത് നടയെ വെക്കാൻ പറയണതിൻ്റെ അതാണ്. ചിലപ്പോൾ അതിലും വലിയ മൂല്യം കാണും, 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക്. പക്ഷേ ഒരു പിടി പണം എത്രയാണ് വെക്കുന്നതെന്ന് നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ ഒരു പിടിയോ അല്ലെങ്കിൽ ഒരു കൈ ഇങ്ങനെ കോരാൻ പറയും, കോരി ആ നടക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കാർമിക് എഫക്റ്റ് അക്തേ മാറുകയാണ്. കാര്യം നമ്മൾ അറിയുന്നില്ല എത്രയാണ് നമ്മളത് വെക്കുന്നതെന്ന്. അപ്പോൾ അതിനെ ആൾക്കാരോട് പറയാറ്, നിങ്ങൾ എന്നാണോ ഈ ഇന്നിപ്പോൾ അത് പ്രതിവിധി, ഇന്ന് നമ്മളത് ഒരു ദൈവജ്ഞം വിധിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് കിട്ടുന്ന കോയിനുകൾ നിങ്ങൾ ശേഖരിക്കുക, നിങ്ങളത് എണ്ണാൻ പാടില്ല എന്ന് പറയും. അത് എണ്ണാണ്ട് പിന്നെ ലാസ്റ്റ് ആ അമ്പലത്തിൽ എവിടെയാണെന്ന് പോയാൽ ഒരു പിടി കൊണ്ടേ വെക്കുക, ബാക്കി നിങ്ങൾ ഉപയോഗിക്കാം. ബാക്കി ഇത് എല്ലാ അമ്പലത്തിൽ ഇടണമെന്നില്ല, ബാക്കി ഇവർക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഇത് ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാർമിക് എഫക്റ്റ് കുറയും. പക്ഷേ എല്ലാവർക്കും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല തലങ്ങളിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുമ്പോഴത്തേക്ക് ഓറ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതേ സമയത്ത് ചിലർക്ക് അയ്യോ ഇതെന്താണ് ഇരുട്ട്, അല്ലെങ്കിൽ വെളിച്ചം, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് കത്തണ പോലെ, അല്ലെങ്കിൽ ചുവന്ന ബൾബ് കത്തണ പോലെ എന്നുള്ള പല തോന്നലുകൾ വരും. പല ഡയമെൻഷനിലൂടെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുമ്പോൾ ചിലർക്ക് പേടിയാവും, മനസ്സിലായി. ചില മെഡിറ്റേഷൻ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല, രാത്രി ഉറങ്ങുമ്പോൾ എന്തൊക്കെ കാണുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കാര്യം മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കണം. അതിൽ നമ്മൾ പല കാഴ്ചകളിലൂടെ, കാഴ്ച ബംഗ്ലാവ് പോലെ ഈ യൂണിവേഴ്സിലെ പല കാഴ്ചകളിലൂടെ, സൂക്ഷ്മതലത്തിലുള്ള കാഴ്ചകളിലൂടെ പോകുന്നുള്ള പൂർണ്ണ ബോധ്യം വേണം. അതുകൊണ്ട് മെഡിറ്റേഷൻ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഹ്മ ശ്രീകൃഷ്ണ എമ്പ്രാന്തിരി തിരുമേനി. അദ്ദേഹം ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഡിഫൻസിലായിരുന്നു, പള്ളിപ്പുറത്ത് തന്നെയുള്ള ഒരു വ്യക്തിയാണ്. നല്ല പ്രായമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് മേലെ കാണും. അദ്ദേഹം ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ തിരുമേനിയുടെ അടുത്ത് ആശിക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യമാണ് കേട്ടാ, നിന്റെ ജീവിതം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, അദ്ദേഹം തീരെ ഇതില്ലാണ്ട് ഒരു സാധാരണ കുടുംബമാണ്. കുടുംബത്തിൽ ഇത് ചെയ്തപ്പോഴത്തെ തിരുമേനിയുടെ അടുത്ത് ജാതകം കാണിച്ച്, വീട്ടിൽ അമ്മയോ മറ്റോ, വീട്ടിൽ 2 മക്കളോ മറ്റോ ആണ് പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ 75 വയസ്സെന്ന് പറയുമ്പോൾ എത്ര, സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് തന്നെയാണോ ജനിച്ച ആളാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഏതായാലും 50-ന് ശേഷം ജനിച്ച ആളാണ്. അപ്പോൾ തിരുമേനി ആ സമയത്ത് പറഞ്ഞു, ഇവന് നല്ല ജോലിക്കുള്ള യോഗമൊക്കെ ഉണ്ട്. പക്ഷേ അപേക്ഷിക്കാനായിട്ട് അന്ന് ഇന്നത്തെ പോലെ എംപ്ലോയ്മെന്റ് ന്യൂസ് ഇതൊന്നും ഇല്ലല്ലോ, ഇത് ചെയ്യണമല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനി ഒരു മൂലമന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് പുള്ളിക്ക്. ദേവിയുടെയും ഗണപതിയുടെയും മന്ത്രം പറഞ്ഞു കൊടുത്തു. മന്ത്രം എന്ന് പറഞ്ഞാൽ നീ ഇത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട്, നീ ഇത് ചൊല്ലിക്കോ, നിന്റെ ജീവിതം മാറുന്നു. ഇത് പുള്ളി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഉപനയന ദീക്ഷയൊന്നും കഴിയാത്ത സാധാരണ മനുഷ്യനാണ്. സാധാരണ ഇത് മത്സ്യമാംസാദികൾ, മാംസമില്ല, മാംസം അന്നൊന്നും അത്ര സാർവത്രികമല്ല. അപ്പോൾ മത്സ്യമൊക്കെ കഴിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് ചെയ്തു. പക്ഷേ അത് ചൊല്ലി വന്നിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധു എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. ആ ബന്ധു വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ ഈ ഡിഫൻസിലേക്ക്, ആർമിയിലേക്കാണെന്ന് തോന്നുന്നു, ആർമിയിലേക്കെല്ലാം സെലക്ഷൻ ട്രയൽ നടക്കുമല്ലോ, അതിൽ പോയിട്ട് ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ആർമിയിൽ ജോയിൻ ചെയ്ത ആ വ്യക്തി. ഡിഫൻസിൽ, ആർമിയാണെന്ന് തോന്നുന്നു, ആർമിയോ CRPF എന്താണെന്നറിയില്ല, ജോയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയണ്ട ഇത്. പിന്നെ ആ തിരുമേനിയോട് ചോദിച്ചിട്ട് ഞാൻ ആ മൂലമന്ത്രം തിരുമേനി അതെന്താണെന്ന് ചോദിച്ചിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൂടുതൽ ആൾക്കൊന്നും തിരുമേനി പറഞ്ഞു കൊടുക്കാത്തൊരു മൂലമന്ത്രമാണ്, ദേവിയുടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഗണപതിയുടെയാണ്. ഗണപതിയുടെ എല്ലാവർക്കും അറിയാം, ഓങ്കം ഗണപതി നമ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവിയുടെ അത് പറഞ്ഞത് വേറൊരു തരത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പബ്ലിക്കലി പറയാൻ പറ്റുകയില്ല. അത് പറഞ്ഞു കൊടുത്ത ചിലരുണ്ട്, പക്ഷേ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലർ എൻ്റെ അടുത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക്. പക്ഷേ പലർക്കും ഇത് 21 ദിവസത്തേക്ക് ഇത് കണ്ടിന്യൂസ് ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോലും ജപിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കാര്യം അത്രയും കാർമിക്കാണ്. അതാണ് പറയണത്, 21 ദിവസം നമ്മളൊരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ, 41 ദിവസം പോകണമെന്ന് വിചാരിച്ചാൽ ഓക്കെ. സ്ത്രീകളെ സംബന്ധിച്ച് 10-നും 50-നും ഇടയ്ക്ക് 41 ദിവസം പ്രാവർത്തികമല്ല. പക്ഷേ 21 ദിവസം പോകണമെന്ന് വിചാരിച്ചാലും അത് തടയപ്പെടുമെന്ന് പറയണതിൻ്റെ കാര്യം ഈ കാർമിക് എഫക്റ്റാണ്. പല ക്ഷേത്രങ്ങളും നിർമാല്യം തൊഴണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർമിക് എഫക്റ്റാണ്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു 2002-2003 കാലഘട്ടത്തിൽ എൻ്റെ അമ്മ, 2003-2004 ഓർമ്മയില്ല,
അമ്മ ഇവിടെ അഡ്മിറ്റാണ്, ചേർത്തല ഒരു ആശുപത്രിയിൽ, KVM ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റായിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ വൈക്കത്ത് നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പച്ചക്കറി കടയാണ്. പച്ചക്കറി കടയിൽ ഇങ്ങനെ കൊല ഇങ്ങനെ ചെത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വിരലിങ്ങനെ വാക്കത്തീതായി. അവിടെയുള്ള ഡോക്ടർ അത് സ്റ്റിച്ചൊക്കെ ഇട്ടു. ഇതൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഒരു ദിവസം 2 ദിവസത്തേക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, ഒരു പരിപാടിയും നടക്കില്ല, എനിക്ക് വൈക്കത്തപ്പൻ്റെ നിർമാല്യം തൊഴണം, ഞാൻ പോയിരിക്കും. ഇദ്ദേഹം കയ്യും പൊക്കിക്കൊണ്ട് സിന്ദാബാദ് വിളിക്കുന്നല്ലോ, ഇപ്പോഴും മനസ്സിൽ സീൻ ഓർമ്മയുണ്ട്. എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്ത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കൈ പൊക്കി പിടിച്ചൊക്കെ ഞാൻ കുളിച്ചോളാം, കയ്യിൽ വെള്ളമൊന്നും ഞാൻ ഇത് ചെയ്യല, വേണമെങ്കിൽ ഞാൻ തിരിച്ചു വരാം, പക്ഷേ എനിക്ക് വൈക്കത്തപ്പൻ്റെ നിർമാല്യം തൊഴുതേ പറ്റുള്ളൂ, അതെൻ്റെ ദൃഢനിശ്ചയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർമ്മികമാണ് ഈ ഇതിൽ തടഞ്ഞത്. അത് അദ്ദേഹം ഡോക്ടർ പറഞ്ഞല്ല, എന്നാൽ ഒരു 2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഓക്കെ, റെസ്റ്റ് എടുത്തു. പക്ഷേ അദ്ദേഹം ആ ദൃഢനിശ്ചയത്തിൽ രാത്രി 11-12 മണിക്ക്, ഇത് സംഭവം നടക്കുന്ന രാത്രി 9-10 മണിക്കാണ് ഇവർ വരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഇത് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. എന്തോ ചെറിയ എല്ലിൻ്റെ ഭാഗം വരെ ചെന്നു എന്ന് തോന്നുന്നു, ഓർമ്മയില്ല. സ്റ്റിച്ച് ഇടേണ്ടി വന്നു. എൻ്റെ വൈഫിനുമൊക്കെ ഇത് ഓർമ്മയുണ്ട് ഈ സംഭവം. അപ്പോൾ പറയും, വൈക്കത്തെ ആ ചേട്ടൻ നിർമാല്യം തൊഴാൻ ആ ചേട്ടൻ കാണുകയാണെ ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് 70 വയസ്സ് കാണും ആ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദൃഢനിശ്ചയം, കാര്യം എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാൻ വൈക്കത്തപ്പൻ്റെ നിർമാല്യം തൊഴിൽ എന്നുള്ള ദൃഢനിശ്ചയം. അങ്ങനെ നമ്മുടെ കാർമ്മികത്തിന് നമ്മൾ ചെയ്യുന്ന ഇത് ലളിതമാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നലെ കുറേ അധികം പേരെ വീഡിയോ കോള്, വോയിസ് കോള്, നേരിട്ടുള്ള കോളൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇന്നും വിളിക്കും. അപ്പോൾ ഇന്ന് ആരും ദയവ് ചെയ്ത് ഒരു മിസ് കോൾ അടിക്കുക, അതിൽ കൂടുതൽ വിളിക്കാണ്ടിരിക്കുക. കാര്യം അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ സംസാരിച്ചവർക്കൊക്കെ അറിയാം ഞാൻ ആരോടൊക്കെ എത്രയൊക്കെ സമയം സംസാരിച്ചു എന്നുള്ളതറിയാം. എനിക്ക് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നും വിളിക്കും, ഇന്നും രാവിലെ തൊട്ട് ഇന്നലെ രാത്രി വരെ, എനിക്ക് തോന്നുന്നു 8-8:30-9 മണി വരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചിലപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, ഒന്ന് തൊണ്ടയൊന്ന് ശരിയാകാനായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇന്നും വിളിക്കും തീർച്ചയായിട്ടും. കുറേ പേരുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ദക്ഷിണ തന്നവരുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ദക്ഷിണ വേണ്ടാന്ന് പറഞ്ഞാൽ, വേണ്ടാന്ന് പറയുന്നു എന്ന് വെച്ചാൽ അത് കാർമ്മികമാണ്, അത് ഞാൻ നിങ്ങളുടെ കാർമ്മിക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ചെല്ല് നിർബന്ധപൂർവ്വം തരുന്നുണ്ട്, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു രസമുണ്ട്. ഇപ്പോൾ ചെല്ല് എനിക്ക് 100 രൂപ അയക്കും, എന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരു കാരണവശാലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പണം അയക്കാതെ ദയവ് ചെയ്ത്. അപ്പോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എന്തെങ്കിലും അന്നദാന എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ 100-111 ആക്കും. അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സാറ്, അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ദക്ഷിണ വാങ്ങിക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു പണി തന്നതാണ്, എന്തെങ്കിലും ചെയ്തോളാം. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ അതിൻ്റെ ഇത് ചെയ്യും. മിക്കപ്പോഴും പാവക്കുളത്ത് അമ്പലത്തിലായിരിക്കും എന്തെങ്കിലും സംഭാവന എഴുതുന്നത്. അപ്പോൾ സംഭാവന എഴുതുമ്പോൾ 100 രൂപയാണെങ്കിൽ 111 രൂപയായിട്ട് ഞാൻ എഴുതും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അതുകൂടി അതെൻ്റെ ഒരു ധാർമ്മിക ഇത്. ഞാനപ്പോൾ ഇത് അയച്ച് അവർ ചെയ്യാൻ പറഞ്ഞല്ലോ, ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ റെസീറ്റ് അയക്കും. ഈ ബുദ്ധിമാൻ അല്ലെ ബുദ്ധിമതി എന്ത് ചെയ്യുന്നു വെച്ചാൽ 11 രൂപ കൂടി ഇങ്ങോട്ട് അയച്ചു തരും, ഇതുകൂടി ചിലവാക്കിയതല്ലേ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാർമ്മികം അങ്ങോട്ട് എടുത്ത് നന്നായെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഇരുന്നതിൻ്റെ ആ കാർമ്മികം മാറ്റാനാണ് ഞാൻ 11 രൂപ ഇളച്ചത്. അത് അവരോട് ചോദിച്ചൊന്നുമില്ല. പക്ഷേ ഈ ബുദ്ധിയോ അതിബുദ്ധിയോ എന്തോ അതിൻ്റെ ആ ഡിഫറൻസ് എമൗണ്ട് കൂടി എനിക്ക് കറക്റ്റായിട്ട് അയച്ചു തരും. ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ അങ്ങനത്തെ പണിയൊന്നും ചെയ്ത് അതിബുദ്ധിമാനോ ബുദ്ധിമതികളോ ആകാണ്ടിരിക്കുക. എൻ്റെ കാർമ്മികം മാറാൻ ഞാൻ ചെയ്യുന്നതാണ്. ആ കാർമ്മികം മാറാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്താൽ എനിക്ക് വളരെ സന്തോഷം. ഇത് തുറന്നു പറയാൻ പാടില്ല, പക്ഷേ ഞാൻ തുറന്ന് പറയുകയാണ്, മനസ്സിലായോ? പലരും സാറിന് അത് നഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. ഓക്കെ, നഷ്ടമല്ല, കാർമ്മികമാണ്, ഓക്കെ, എന്തും ആകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും വീഡിയോ ഇടാം. ഇന്നും കുറേ പേരെ വിളിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം സൽസന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യ സിദ്ധി സർവൈശ്വര്യം സർവ്വ മനോകാമനാഭീഷ്ടം ഉണ്ടാകുന്നതെന്നും കുട്ടികൾക്ക് നല്ല ആരോഗ്യം, ആയുസ്, വിദ്യാഭ്യാസം, നല്ല ഉദ്യോഗലബ്ധിയൊക്കെ ഉണ്ടാകണം, നല്ല ജീവിതം ലഭിക്കണമെന്നും അതിലെ കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി ഉണ്ടാകണമെന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പയാൾ. ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു.